നബി തങ്ങളുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുടെ മുഴുവൻ സ്വഭാവങ്ങൾ എടുത്തു നോക്കിയാൽ തങ്ങളിൽ നിന്ന് കിട്ടിയ ചിലതാണ് അവരുടെ കൈകളിലുള്ളതെന്നാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ബൊക്കയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സൗമ്യ സ്വഭാവം അത് സിദ്ദീഖ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നബി തങ്ങൾ ന്യായവും സത്യവും നീതിക്കും വേണ്ടി വളരെ ഫേമാണ്, വളരെ കർക്കശ സ്വഭാവം നബി തങ്ങൾ കാണിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവം ഉമർ എന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. തങ്ങൾക്ക് വലിയ നാണമായിരുന്നു, അത് ഉസ്മാൻ എന്നവർക്കുണ്ട്. തങ്ങൾ ധീരനായിരുന്നു, അത് അലി തങ്ങൾക്കുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വലിയ അറിവുള്ളവരായിരുന്നു, അത് മുആദ് ഇബ്നു ജബൽ തങ്ങൾക്കുണ്ട്, ഇബ്നു മസ്ഊദ് തങ്ങൾക്കുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ദാനശീലരായിരുന്നു, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർക്കുണ്ട്. നബി തങ്ങളോട് ഡെഡിക്കേറ്റഡ് ആയിരുന്നു, ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹി തങ്ങൾ. അങ്ങനെ ഇങ്ങനെ ഓരോ സ്വഹാബിമാരുടെയും സ്വഭാവങ്ങളൊക്കെ നബി തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്, അതിന്റെ അംശങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ കൂട്ടിയിട്ടാ ഖുർആൻ പറയുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവ ഗുണങ്ങളെ നമ്മൾ ഓർക്കുകയാണ്. അദ്ദീനു അൽ ഖുലുഖ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഇബാദത്തുണ്ടായിരുന്നിട്ട് സ്വഭാവ ഗുണമില്ലെങ്കിൽ അത് കാരണം അവർക്ക് നരകം വരെ കിട്ടാം എന്ന് നബി തങ്ങളുടെ ഹദീസുണ്ട്. തങ്ങളുടെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുന്നൊരു പെണ്ണിനെ കുറിച്ച് പറയപ്പെടുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണത്. ദുഖിറത് ഇംറഅത്തുൻ തുദ്കറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ കദാ വകദാ. ഒരുപാട് നിസ്കരിക്കുന്നവരാ, ഒരുപാട് നോമ്പെടുക്കുന്നവരാ, പക്ഷേ വലാകിന്നഹാ തുഅദി ജിറാനഹാ, വാക്കുകൊണ്ട് അയൽവാസി പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവളാണ്. തങ്ങൾ ഉടനെ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഹിയ ഫിന്നാർ. അവരെങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക? അവർ ജഹന്നമിലേക്കാണല്ലോ പോകുന്നത്. ഹിയ ഫിന്നാർ. അതിനെ സംബന്ധിച്ച് ഉലമാ പറയാണ്, ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ രൂപീകരണമാണ്, ക്യാരക്ടർ ബിൽഡിംഗ്. ഇതില്ലാതെ ആരാധനയിൽ മാത്രം ഒതുങ്ങി ഞാനും എൻ്റെ നിസ്കാരവും അത് അത്യാവശ്യമാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്, അല്ലാഹുവിന് നമ്മൾ കടപ്പാടാണ്. അതോടൊപ്പം നമ്മുടെ സ്വഭാവവും നന്നായി വരണം. നമുക്കൊക്കെ നന്നാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്വതസിദ്ധമായ ചില പ്രകൃതങ്ങളെ നമ്മൾ ഇടപെട്ടുകൊണ്ട് നന്നാക്കണം എന്ന് തന്നെയാണ് ഇതിനർത്ഥം.